നമസ്കാരം. കെട്ടിട നിർമ്മാണ സംബന്ധമായ അറിവുകൾ ഷെയർ ചെയ്യുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജേഷ് മലർകണ്ടി. ഇന്നത്തെ വിഷയം വീടുകളിൽ മതിലുകൾ ചെയ്യുന്നതിനെ കുറിച്ചാണ്. പല വീടുകളും നിർമ്മിക്കുമ്പോൾ വീടിനേക്കാൾ കൂടുതൽ പണം മതിലിന് ചെലവാക്കിയതായിട്ടൊക്കെ തോന്നാറുണ്ട്. കാരണം അത്രയും വലിയ മതിലുകളാണ് പല വീടുകൾക്കും ചിലർ ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ ഇത്രയും ആഡംബരത്തോടു കൂടി മതിലുകൾ പലപ്പോഴും നമുക്ക് ആവശ്യമില്ല. ആ വീടിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്താൻ കൂടി ഇങ്ങനെയുള്ള മതിലുകൾക്കാകും. വീടിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മതിലുകൾക്ക് കൊടുക്കുമ്പോൾ ആ വീടിൻ്റെ ഭംഗിയാണ് നഷ്ടപ്പെടുന്നത്. കാരണം ചില വീടുകളെല്ലാം നമ്മൾ ഒരു 5-6 സെൻറ്റിൽ അതല്ലെങ്കിൽ ഒരു 10 സെൻറ്റിലൊക്കെ നമ്മൾ വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് ആ വീടിന് മുന്നിൽ ഒരു മതിൽ ചെയ്യുമ്പോൾ ആ മതിലിന് ഒരുപാട് ഹൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ വീട് മറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരും. കാരണം കൂടുതൽ ശ്രദ്ധ ഈ മതിലിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഒരു സാധാരണ വീടിന് 5 അടി ഹൈറ്റിലുള്ള ഒരു മതിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. 5 അടിയുള്ള മതിലും 5 അടി തന്നെ ഗേറ്റിനും ഹൈറ്റ് കൊടുത്തുകൊണ്ടാണ് സാധാരണ നമ്മൾ മതിൽ പണിയാറ്. എന്നാൽ ഈ ഗേറ്റിൻ്റെ 2 പില്ലർ മാത്രം നമുക്ക് കുറച്ചൊക്കെ പൊക്കി വെക്കാം. കാരണം അത് ആ ഗേറ്റ് പില്ലറിന് ഭംഗി കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എന്നാൽ 5 അടിയിലല്ലാതെ ചിലർ 6 അടിയിലെല്ലാം മതിൽ ചെയ്യും. അപ്പോൾ ഈ ഗേറ്റും 6 അടിയിലേക്ക് വരണം, അതല്ലെങ്കിൽ താന്നിരിക്കും. ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഇത് വലിയൊരു തടസ്സം ഉണ്ടാക്കുന്നത് പോലെ ആ വീട്ടിലേക്ക് വരുമ്പോൾ വളരെ ഹൈറ്റ് കൂടിയിട്ട്, കാരണം 5 അടി ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഹൈറ്റാണ്. എന്നാൽ 6 അടി ആകുമ്പോൾ 1 അടി കൂടുമ്പോൾ തന്നെ ഇത് വല്ലാത്ത കൂടുതൽ സൈസ് ആയതുപോലെ തോന്നാറുണ്ട്. ഇത് ചെറിയ പ്ലോട്ടുകൾക്ക് ഇങ്ങനെ എന്തായാലും സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ വലിയ പ്ലോട്ടുകളാണെങ്കിൽ ഒരു 20-30 സെൻറ്റ് സ്ഥലത്തിലൊക്കെ വീട് കുറച്ച് പിറകോട്ടൊക്കെ ആണെങ്കിൽ തീർച്ചയായും അതിൽ കുറച്ച് ഹൈറ്റ് കൂടിയാലും അത്രയൊന്നും കാഴ്ചക്ക് പ്രശ്നമുണ്ടാകില്ല എന്ന് കരുതാം. എന്നാൽ ഒരു സാധാരണ ഒരു വീടിന് നമുക്ക് 5 അടിയുടെ മതിൽ മതി, 5 അടി ഹൈറ്റിന്റെ ആവശ്യമേ ഉള്ളൂ. അതിലും കൂടുതലാകുമ്പോൾ കയറി വരുന്ന സമയത്ത് ആ വീടിനേക്കാൾ പ്രാധാന്യം മതിലിന് പോകും. അതുകൊണ്ട് തന്നെ വീടിന്റെ കാഴ്ചയാണ് നഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. 50-60 സെൻറ്റ് സ്ഥലത്തിലൊക്കെ വലിയ കൊട്ടാരം പോലെയുള്ള വീടുകളെല്ലാം നിർമ്മിക്കുമ്പോൾ ആ വീട്ടിൽ കുറേ പിറകിലായിരിക്കും വീട്. അതുകൊണ്ട് തന്നെ പിറകിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ആ വീടിന് ഭംഗി കൂടും. അതുകൊണ്ട് തന്നെ അവിടെ മതിലെല്ലാം കുറച്ച് ഹൈറ്റ് ആവശ്യമാണ്. ചില വീടുകളിലെല്ലാം നമ്മൾ കാണാറുണ്ട് 10 അടിയുടെ മതിലൊക്കെ ഉണ്ടാകും. ഇങ്ങനെ 10 അടി ഹൈറ്റിലുള്ള മതിലുകളെല്ലാം ആ വീടിന് ഭംഗിയാണ്. കാരണം വലിയ കോട്ട പോലെയുള്ള ഇത്തരം മതിലുകൾ ആ കൊട്ടാരം പോലെയുള്ള വീടിന് കൂടുതൽ ഭംഗിയുണ്ടാക്കും. എന്നാൽ അവിടെ ഈ ചെറിയ മതിലുകൾക്ക് കാഴ്ചയുണ്ടാകില്ല. കാരണം വലിയൊരു വീട്, അതിന് മുന്നിൽ ചെറിയ മതിലുകൾ ചിലപ്പോൾ കാഴ്ചയുണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരം വീടുകൾക്ക് വലിയ മതിലുകൾ ചെയ്യാം. എന്നാൽ ചെറിയ പ്ലോട്ടുകളിൽ ഇങ്ങനെ വലിയ മതിലുകൾ ചെയ്യുമ്പോൾ ആ വീടിൻ്റെ ഭംഗിയാണ് നഷ്ടമാകുക. എപ്പോഴും നമ്മൾ വീട് നല്ല രീതിയിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ വീടിലേക്കാണ് കൂടുതൽ ശ്രദ്ധ നമുക്ക് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ആ വീടിൻ്റെ ചുമരിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് ക്ലാഡിംഗ് എല്ലാം ഉണ്ടാകും. അത് ആ വീടിന് ഭംഗി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്നാൽ ചില സമയത്ത് അതിൻ്റെ 4 ഇരട്ടി ക്ലാഡിംഗ് എല്ലാം ഈ മതിലിൻ്റെ മുകളിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ശ്രദ്ധ മുഴുവൻ മതിലിലേക്കാണ്. അതുമാത്രമല്ല, ആ മതിലിൽ ഇത്രയും കൂടുതൽ ക്ലാഡിംഗ് വർക്കുകളെല്ലാം ഉണ്ടാകുമ്പോൾ വീടിന് മുകളിൽ കുറച്ച് ഭാഗം മാത്രം ചെയ്തത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടില്ല. ആ വീടിൻ്റെ ഭംഗി അങ്ങനെയും നഷ്ടപ്പെടും. കാരണം കൂടുതൽ പ്രാധാന്യം മതിലുകൾക്ക് പോകുന്നത് കൊണ്ട് തന്നെ വീടിൻ്റെ ഭംഗിയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ വീട് ചെയ്യുന്ന സമയത്ത് വീടിന് പ്രാധാന്യം കൊടുക്കുക. ഈ കോമ്പൗണ്ട് വാളും ഗേറ്റും എല്ലാം നമുക്ക് ഒരു അതിർത്തിയാണ്, അതിർത്തി നിശ്ചയിക്കുന്ന ഒരു കാര്യം. അതിലൂടെ ആരും അതിക്രമിച്ച് കയറരുത്. അതുതന്നെയാണല്ലോ നമ്മൾ മതിലുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ മതിലുകൾക്ക് അങ്ങനെയൊരു കാര്യം മാത്രമല്ലാതെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, ഒരുപാട് ഡിസൈൻ ചെയ്തുകൊണ്ട്, അതിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ വീടിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം മതിലിലേക്ക് വരുന്നതാണ് നല്ലത്. വീട് നിർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷം വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കെല്ലാം നടക്കുന്ന സമയത്ത് മതിലിൻ്റെ പണി തുടങ്ങാം. കാരണം അതാണ് അതിന് ഏറ്റവും നല്ല സമയം. എന്നാൽ നിങ്ങൾക്ക് ആ വീടുമായി മാച്ച് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു മതിൽ ചെയ്യാൻ സാധിക്കും. എന്നാൽ ചില വീടുകളിലെല്ലാം പ്ലോട്ട് വാങ്ങിയ ഉടനെ തന്നെ മതിൽ കെട്ടും. കാരണം അതൊരു കോമ്പൗണ്ട് കെട്ടി അത് സേഫ് ആക്കുക എന്നതാണ് ഈ ഉടമസ്ഥൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വലിയ മതിലുകൾ അവർ കെട്ടിവെക്കും. വീട് അതേ സ്റ്റൈൽ ആയിരിക്കണമെന്നില്ല. ഈ മതിലിൽ കൂടുതൽ ഡീറ്റെയിലിംഗ് അന്ന് തന്നെ ചെയ്തു വെക്കും.
എന്നിട്ട് പിന്നീട് നമ്മൾ ഈ വീടുണ്ടാക്കുന്ന സമയത്ത് ഈ വീടിൻ്റെ ഡിസൈനുമായിട്ട് മതിൽ അഡ്ജസ്റ്റ് ആവില്ല. കാരണം അത് രണ്ടും രണ്ട് സ്റ്റൈലിൽ നിൽക്കും. ഇങ്ങനെ ആദ്യം മതിൽ കെട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട് നിർമ്മിച്ച് കഴിഞ്ഞിട്ട് അവസാന സ്റ്റേജിൽ മതിലിൻ്റെ പണിയിലേക്ക് വരിക. ചില സമയം നമുക്ക് അങ്ങനെ ഒരു കോമ്പൗണ്ട് ചെയ്തു വെക്കേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ പ്ലോട്ട് വാങ്ങിക്കഴിഞ്ഞിട്ട് 1-2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ സാവധാനം വീടുണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഒരു കോമ്പൗണ്ടായിട്ട് അത് ചെയ്തു വെക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യാം. പക്ഷേ ആ സമയത്ത് ഈ മതിലിന് കൂടുതൽ പ്രാധാന്യം നൽകരുത്. കാരണം വളരെ സിമ്പിളായിട്ട് ഒരു മതിൽ കെട്ടിവെക്കുക. 5 അടി ഹൈറ്റ് നമുക്ക് മതിലിന് വേണമെങ്കിൽ നിങ്ങളൊരു 4 അടി വരെയൊക്കെ മാക്സിമം ചെയ്താൽ മതി. എന്നിട്ട് പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിലിംഗ് ചെയ്യാനുള്ളത് അതിന് ശേഷം വരുന്ന 1 അടി ഹൈറ്റ് നമുക്കുണ്ടല്ലോ, ആ 1 അടി സ്ഥലത്ത് നമുക്ക് ഡീറ്റെയിലിങ്ങുകളെല്ലാം ചെയ്യാം. വീട് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ വർക്ക് അവിടെ ചെയ്യാം. വീടിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ടിപ്പിക്കൽ പാറ്റേൺ നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു സ്റ്റൈല് ആ വീട്ടിനുണ്ടെങ്കിൽ, അതേ സംഗതി നിങ്ങൾക്ക് ഈ മതിലിൻ്റെ 1 അടി സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന 1 അടി ഹൈറ്റിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിലിംഗ് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതുകൊണ്ട് തന്നെ നേരത്തെ മതിൽ കെട്ടിപ്പോയി എന്ന് വിചാരിച്ചത് കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. തീർച്ചയായും ഈ ഒരു സമയത്ത്, ഈ അവസാന ഫിനിഷിംഗ് സമയത്ത് നമുക്ക് അതിൽ പല ഡീറ്റെയിലിങ്ങുകളും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആദ്യമേ നിങ്ങൾ ഒരു ഫുൾ ഫിനിഷിംഗ് ആ മതിലിൽ ചെയ്ത് വെക്കാതെ കുറച്ച് ഭാഗം മാത്രം ചെയ്തു വെച്ചതിന് ശേഷം, ഒരു ഹൈറ്റ് ചെയ്തു വെച്ചതിന് ശേഷം ബാക്കിയുള്ള 1 അടി ഹൈറ്റൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിലിംഗ് ചെയ്തുകൊണ്ട് ആ മതിലുകൾ ആ വീടുമായി മാച്ച് ചെയ്യുന്ന വിധത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.